എന്ത് പണ്ടാരത്തിനാടാ ഇവിടെ ഇതിനിങ്ങനെ കൊണ്ട് കളിത്തിരിക്കുന്നത്? എവിടെങ്കിലും കൊണ്ടുപോയി കളയുണ്ടോ ഇതിന്? കളയേ? എവിടെ കൊണ്ട് കളയാൻ? കളയാൻ അവള് പൂച്ചക്കുട്ടിയും പട്ടിക്കുട്ടിയൊന്നും അല്ല, ഇവന്റെ ഭാര്യ. നീ ഇത് അനുഭവിക്കണോടാ, ആയുഷ്കാലം മുഴുവനും നീ ഇത് അനുഭവിക്കണം. മതിയോ ശവത്തി കുത്തിയത്? കുത്തും, ഈ ശവത്തി ഞാൻ ഇനിയും കുത്തും. എന്നെ അത്രയ്ക്ക് കുത്തിയിട്ടുണ്ടവൻ. എന്റെ നായകൻ തട്ടിയെടുക്കാല്ലേ മത്തായിച്ചേട്ടാ ഇവന് ഈ അക്രമം മുഴുവൻ ചെയ്തത്. വഴിയിനെങ്ങാണ്ട് ഒരു ഭ്രാന്തി പെണ്ണിനെയും പിടിച്ചോണ്ട് വന്നിട്ട് എന്റെ അമ്മാവന്റെ മകളാണ്, മുറപ്പെണ്ണാണ്, നിനക്ക് എന്തോ ഒരു അഹങ്കാരം ഉണ്ടായിട്ട് വേണം ആ ഭ്രാന്തി പെണ്ണിന്റെ എഴുതി താലി വരെ കെട്ടില്ലേറാ നീ. എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പൊ എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞ അവള് പോവോ? ഒഴിഞ്ഞു പോടാ അവള്. അവൾ അങ്ങനെ ഒന്നും ഒഴിഞ്ഞു പോവില്ല മത്തായിച്ചേട്ടാ, ഇവനെയും കൊണ്ടേ അവള് പോവും. നീ ഇതൊന്നും കേൾക്കണില്ലേ? കേൾക്കാതിരിക്കേണ്ട, അവന്റെ ചവിട്ടി പഞ്ഞു വെച്ചേക്കും. അവനോടല്ല പറഞ്ഞത്, മാതാവിനോടാ. ഓഹോ, മാതാവിനോടും കർത്താവിനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ ഓരോരുത്തരുടെ വിധിയാ, അതിനി നമ്മളായിട്ട് തടയാതിരുന്നാ മതി. വിധിയാ? എന്ത് വിധി? പോടവിടുന്ന്. എടാ ഗോപാലകൃഷ്ണ, നീ പേടിക്കണ്ട, നീ അവളെ ഇവിടുന്ന് പറഞ്ഞു വിട്, ബാക്കി കാര്യം ഞാൻ ഏറ്റുന്നു. ഏറ്റല്ലോ, ഒടുക്ക അവൾ എവിടെങ്കിലും ചാടി ചത്തിട്ട് ശവം കൊണ്ട് പോലീസുകാർ വരുമ്പം അതും കൂടെ അങ്ങ് ഏറ്റോണം.